ഹായ് ഡേയ്സ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നോക്കി നമ്മുടെ ഊട്ടി റോസ് നല്ല രീതിയിൽ വിരിഞ്ഞ് നിൽക്കുക കേട്ടോ. അപ്പോൾ നോക്കി നല്ല മണമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ, കാരണം നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടാതെ 1-2 മൊട്ടൂടി ഉണ്ട് താഴെ. അപ്പോൾ അതൊക്കെ കുറച്ച് ദിവസത്തിനുള്ളിൽ ഇതേപോലെ വിരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു പൂവൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേ ദിവസം ഉണ്ടാവില്ലേ. അതേപോലെ തന്നെ ഇതേപോലത്തെ നമ്മുടെ ഊട്ടി റോസിൻ്റെ പൂവുകളൊക്കെ, അതായത് ഈ ഒരു ഫ്ലവറൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് റോസ് വാട്ടറൊക്കെ ഉണ്ടാക്കാൻ കിടിലനാട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ വഴിയെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നല്ല മണം കേട്ടോ. എന്തായാലും എന്താ ഇത് കുറച്ചുകൂടി വിരിയാനായിട്ട് നോക്കി ഓരോ തട്ടായിട്ട് ഇങ്ങനെ വിടർന്ന് ഇത് നന്നായിട്ട് വിരിഞ്ഞു കേട്ടോ. ഇതൊക്കെ ഇതാ നന്നായിട്ട് വിരിഞ്ഞു. അതേപോലെ തന്നെ ഈ അടിയത്തേക്ക് ഇതാ കുറച്ചുകൂടി ഒന്ന് വിരിയാനുണ്ട്. അപ്പോൾ എന്നാലും നമ്മൾ വ്ളോഗ് എടുക്കുന്നത് ഈവനിങ് ടൈമിലാട്ടോ, ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങുമ്പോൾ നല്ല തണുപ്പാട്ടോ. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് നല്ല മഞ്ഞും തണുപ്പ് തന്നെയാണ്. അത് രാവിലെ ആയാലും അതേപോലെ തന്നെ വൈകിട്ട് 5 മണിക്ക് ആകുമ്പോഴത്തേക്കും നല്ല തണുപ്പാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് കുറച്ച് അസുഖങ്ങളൊക്കെ, ഇപ്പോൾ ജലദോഷം, പനി, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടിക്ക് ആയാലും കുറച്ച് പനിയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വീണ്ടും നമ്മൾ ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇപ്പോൾ കിടക്കുന്നുണ്ട്. കുഴപ്പമില്ല, കുറവുണ്ട്, മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്, ഓക്കെ ആയി വരുമായിരിക്കും. അപ്പോൾ എനിക്കും പനിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാം മെഡിസിനൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട്, എല്ലാം പെട്ടെന്ന് തന്നെ സെറ്റായി വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് 1-2 ദിവസങ്ങളിലൊക്കെ ഗ്യാപ്പ് വന്ന് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പറമ്പിൽ നമ്മളൊരു സ്പെഷ്യൽ അതിഥി ഉണ്ട്. അപ്പോൾ എത്രത്തോളം വിളവെടുക്കാൻ ഭാഗമായി എന്നൊന്നും അറിയുന്നത് നമുക്ക് പോയി നോക്കണം. അപ്പോൾ നല്ല കിളികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈവനിങ് ടൈം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ തന്നെയാണ്. രാവിലെ ആയാലും വൈകുന്നേരം ഈ ഒരു ടൈമിൽ ഈ ഒരു എന്താ പറയുക കിളികളുടെ സൗണ്ട് ആയാലും അതേപോലെ തന്നെ നമുക്ക് നല്ല തണുപ്പൊക്കെ ആയിട്ട് എന്താ പറയുക നല്ലൊരു കൂളിങ്ങും മൊത്തത്തിലൊരു അടിപൊളി വൈബ് തന്നെയാണ് കേട്ടോ. പിന്നെ നല്ല തണുപ്പായതുകൊണ്ട് അതിൻ്റേതായ രീതിയിലുള്ള പ്രിക്കോഷൻസ് കാര്യങ്ങൾ എടുത്തില്ല. അതിൻ്റെ പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരും, കാരണം നല്ല തണുപ്പായതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് നേരെ പറമ്പിലേക്ക് പോകാം കേട്ടോ. നോക്കി എന്ത് രസമായിട്ടാണ് നമ്മുടെ ഈ റോസ് വിരിഞ്ഞ് നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരാശ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. നമ്മുടെ ഓറഞ്ച് റോസയാണ്. കുറേ ദിവസമായിട്ട് നമ്മുടെ ഓറഞ്ച് റോസിൽ ഒരു പൂവൊക്കെ ഇട്ട് നോക്കി നല്ല അടിപൊളിയായിട്ടൊരു പൂവ് ഇങ്ങനെ വിരിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴത്തേന് നല്ല വലിപ്പം വെക്കുന്നൊരു പൂവും കൂടിയാണേ. ഇത് സ്നേഹിക്കുന്ന കൂട്ടുകാർക്ക് ഇനി വരുന്ന മാസങ്ങൾ, അതുപോലെ ഇനി വരുന്ന ടൈമുകളൊക്കെ എന്ന് പറയുന്നത് ഒരുപാട് വിലപ്പെട്ടാണ്. കാരണം പൂക്കളൊക്കെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായി തുടങ്ങുന്ന ഒരു മാസങ്ങളാണ് ഇനി വരുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെയാലും ഗാർഡനിൽ ഒരുപാട് ചെടികളിലൊക്കെ ഒത്തിരി മുട്ടുകളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസങ്ങളൊക്കെ അത് ഫുള്ള് പൂവായി മാറുമ്പോൾ ഒരു പൂക്കളുടെ ഒരു വസന്തം തന്നെയായിരിക്കും നമ്മുടെ ഗാർഡനും കൂടി. നമ്മൾ ഈ പറമ്പിൽ പോകുന്നതിന് മുന്നായിട്ട് ഈ ഒരു ആശാനം നമ്മൾ നല്ല രീതിയിലൊന്ന് സേഫായിട്ടൊന്ന് കെട്ടി ഒതുക്കി നിർത്തിയില്ലാന്നുണ്ടെങ്കിൽ ഇത്രയും നല്ല രീതിയിൽ പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്നതുകൊണ്ട് ആ ഒരു വെയിറ്റ് താങ്ങാനാവാതെ ചിലപ്പോൾ മഞ്ഞുതുള്ളികളൊക്കെ രാവിലെ കയറ്റി തുറക്കുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടി താഴാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനതൊന്ന് കെട്ടി ഒതുക്കി നിർത്താമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ നന്നായിട്ട് ഒരു തിട്ട് പോലെ നല്ല രീതിയിൽ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കുറേ ചെടികൾ കൂടി നമുക്ക് പുതുതായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടോ. ആ ഒരു മണ്ണിൽ കൂടെ ഒക്കെ ഇവിടെ മണ്ണൊക്കെ നമ്മൾ നല്ല ലൂസായിട്ട് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല തിട്ട് പോലെ നന്നായിട്ട് മണ്ണ് ഇങ്ങനെ ഇട്ടുകൊണ്ട് തന്നെ കമ്പൊക്കെ നമുക്ക് നന്നായിട്ട് കുത്തി ഇറക്കാൻ പറ്റിയിട്ടുണ്ട്. അത് കമ്പല്ലാട്ടോ, ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കമ്പിയാണ്. അപ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് 2 കെട്ട് കെട്ടുന്നുണ്ട്. നമ്മൾക്ക് ഇവിടെ കാറ്റും ഉണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ. അപ്പം ഇനി കാറ്റടിച്ചാലും വീഴാത്ത രീതിയിലൊന്ന് സേഫായിട്ട് കെട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ഒരു തണ്ടിന് വലിയ ഡാമേജും കാര്യങ്ങളൊന്നും വരാതെ ഉള്ള രീതിയിലാണ് കെട്ടിയിട്ടത്. നല്ല രീതിയിൽ തന്നെ കെട്ടി അവിടെ സേഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ നമുക്ക് വേറൊരു സംഭവം കൂടി കാണിച്ചു തരാം. അത് വേറെ ആരും അല്ല കേട്ടോ. നോക്കി, ഇത് നമ്മുടെ തെച്ചിയാണ്. അപ്പോൾ ഈ ഒരു തെച്ചിയുടെ ഐറ്റം നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു കളറാട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിത് നേഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടതാണ്. നമ്മൾ വാങ്ങിയ ഒരു ടൈമിൽ ഈ ഒരു തൈക്ക് 100 രൂപയായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ അത്യാവശ്യം വലിയൊരു കുഴിയൊക്കെ എടുത്ത് അതേപോലെ തന്നെ നന്നായിട്ടൊരു പോട്ടി മിക്സറൊക്കെ ഇട്ടതിന് ശേഷമാണ് നമ്മളിതിപ്പോൾ ഇവിടെ നട്ടു കൊടുത്തത്. അപ്പോൾ നട്ടു കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു വളം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കി നല്ല അടിപൊളിയായിട്ട് നമുക്ക് 2 പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നോക്കി ഇതിൽ കുറേ എണ്ണം അപ്പോൾ മുട്ടായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് നന്നായിട്ട് വിരിയാട്ടോ. അപ്പോൾ വിരിയുന്നതനുസരിച്ച് പൂവിൻ്റെ ഒരു ഉണ്ടയുടെ സൈസ് കുറച്ചുകൂടി ഒന്ന് വലുതായി തുടങ്ങും. എന്നാലും ചെറിയ ഒരു ചെടിയാണെങ്കിൽ നോക്കി 2 പൂ ഇപ്പോൾ തന്നെ ആയില്ല. അപ്പോൾ നല്ല അടിപൊളി പൂക്കൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വെറൈറ്റി എന്തായാലും ഒരു കളർ നല്ലൊരു വെറൈറ്റി അല്ല. അപ്പോൾ എപ്പോഴും റെഡ് ആയിരിക്കും കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ റെഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വെറൈറ്റി നമ്മുടെ കയ്യിൽ ഇല്ലാത്തത്. നമുക്ക് തന്നെ കണ്ടപ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. അതുകൊണ്ട് നമ്മളിതൊന്ന് വാങ്ങി വെച്ചാണ്. അപ്പോൾ എന്തായാലും ഉണ്ടായതിന് ശേഷം നമുക്കിതിന് കമ്പൊക്കെ ഒടിച്ചിട്ട് വേറെ കുറേ ചെടികൾ ഇന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കാം. തണുപ്പിൻ്റെ ശക്തി കൂടിക്കൊണ്ടിരിക്കുവാട്ടോ. നമ്മളിപ്പോൾ കുറച്ച് ടൈം ആയാലും ഇങ്ങനെ നമ്മുടെ പറമ്പിലേക്കും അതേപോലെ നമ്മുടെ ഗാർഡനിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടൈം പോകുന്ന വഴിയേ അറിയില്ല. അപ്പോൾ
നമുക്ക് തണുപ്പ് കൂടുന്നതനുസരിച്ച് നമുക്കിങ്ങനെ എന്താ പറയുക ശ്വാസമൊക്കെ എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. അത്ര നല്ല തണുപ്പാണുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ വേറെ റെഡ് കളറുള്ള തെച്ചിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതാട്ടോ ഇത്. അപ്പോൾ മറ്റേ ഞാനിപ്പോൾ കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു തെച്ചി നമ്മൾ വാങ്ങുന്നതിന് മുന്നേ വരെ നമ്മുടെ അടുത്ത് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്നാലും ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 2 വെറൈറ്റി തെച്ചിയിട്ട് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ഉണ്ടയായി മാറും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ചെടി ഇങ്ങനെ വലുതായി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ കാരണം ഇത് വെച്ചിട്ട് നമ്മൾ അധികമൊന്നും ആയിട്ടില്ല. അപ്പോൾ എന്നാൽ ചെടി വലുതാവുന്നതനുസരിച്ച് നമ്മുടെ ഇതിലുണ്ടാകുന്ന പൂവായി നല്ല സൈസ് വയ്ക്കും. അതേപോലെ തന്നെ നല്ല കടും കളറാട്ടോ, പട്ടിൻ്റെ കളർ. നമ്മുടെ ഇവിടെ അമ്പലത്തിലൊക്കെ നമുക്ക് എപ്പോഴും തുളസി ആയാലും അതേപോലത്തെ തെച്ചിപ്പൂവൊക്കെ ഒരുപാട് വേണ്ട. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തെച്ചിയുടെയും തുളസിയുടെയും ഒരു കുറച്ചുണ്ട് ഇടും നമ്മുടെ കയ്യിൽ. മെയിനായിട്ട് നമ്മുടെ അമ്പലത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ കൂടുതലായിട്ടും തെച്ചിയും അതുപോലെ തന്നെ തുളസിയൊക്കെ നമ്മൾ കുറേ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാലും അതൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. കുറേ മുട്ടിന് ഇതാ പൂവായിട്ട് മാറാനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് മുട്ടുണ്ട് ഇടും താഴെക്കൂടെയൊക്കെ. കുറച്ച് മുട്ടും അതേപോലെ തന്നെ കുറച്ച് പൂവൊക്കെ ആയിട്ടൊന്നും നന്നായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് പൂക്കളുടെ ഒരു വസന്തം തന്നെയായിരിക്കും കേട്ടോ കുറച്ച് മാസം കൂടി കഴിയുമ്പോഴത്തേനും. കാരണം നല്ല ക്ലൈമറ്റും കൂടി, അതായത് പൂക്കളൊക്കെ വളരാൻ പറ്റിയ അടിപൊളി ക്ലൈമറ്റും കൂടി ആയതുകൊണ്ട് നമ്മുടെ ഒരുപാട് ചെടികൾ ഇതുപോലെ നല്ല അടിപൊളിയായി ഇങ്ങനെ മുട്ടൊക്കെ ഇട്ട് നല്ല ഉഷാറായി നിൽക്കണം. അപ്പോൾ നോക്കി ഇതിനെ നമുക്ക് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ചെറിയ മുട്ടൊക്കെ ഇട്ടിട്ടുള്ള തെച്ചിയൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നോക്കി കാണുന്ന ഈ മുട്ടുകളൊക്കെ ഒരു 2 ആഴ്ചക്കുള്ളിൽ നല്ല അടിപൊളി ഉണ്ട പൂവായി മാറും കേട്ടോ നമ്മുടെ തെച്ചിപ്പൂവ്. നമ്മുടെ ഗാർഡനിൽ നേരെ നമ്മുടെ പറമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിനോട് ചേർന്ന് നടക്കുന്ന ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിലൊക്കെ ഇങ്ങനെ പറമ്പിൽ കൂടെ ഒക്കെ നടക്കാനൊക്കെ ഒരു പ്രത്യേക രസം തന്നെയാണ്. കാരണം കിളികളുടെ സൗണ്ടൊക്കെ കേട്ട് അതുകൊണ്ട് നല്ലൊരു തണുത്തൊരു അന്തരീക്ഷമൊക്കെ ആയിട്ട്. കാരണം നല്ല പൊള്ളുന്ന വെയിലൊക്കെ ഉള്ള ഒരു ടൈമിൽ നമുക്ക് അത്ര പോസിബിൾ ആയിരിക്കില്ല. അത് നമ്മുടെ ഇവിടുത്തെ കാഴ്ചയിൽ കാണിച്ചു തരാനാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പണിയെടുക്കാനെങ്കിലൊക്കെ അത്ര പോസിബിൾ ആയില്ല. പക്ഷേ ഈ ഒരു ടൈമിൽ എന്നൊക്കെ പറയുമ്പോൾ നല്ല അടിപൊളി തന്നെയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണെങ്കിലൊക്കെ അടിപൊളി തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളിപ്പോൾ പുതുതായിട്ട് കുറച്ച് ഏലത്തിൻ്റെ തൈകളൊക്കെ വെച്ച് ഞാൻ വരുന്ന ഓരോ വീഡിയോസ് ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളത് വെച്ച് കൊടുത്ത ടൈമിൽ എന്തായാലും ഒരു രക്ഷയില്ലാത്ത വെയിൽ, ഒരു അടിപൊളി വെയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അത്രയും നമ്മൾ റിസ്ക് എടുത്തിട്ടാണ് ഇവിടെ ഫുള്ളായിട്ട് നമ്മൾ കിറ്റാച്ചിക്ക് ഫുള്ള് മണ്ണൊക്കെ ഇളക്കി മറിച്ച് നല്ല റിസ്ക് എടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ ഏലത്തൈകളൊക്കെ നമ്മൾ ഇവിടുത്തെ ഏലത്തൈകൾ നമ്മൾ കുറച്ച് ലോങ്ങിലാണ് ഏലത്തൈകളൊക്കെ നല്ല ഇനം നോക്കി കൊടുക്കുന്നതൊക്കെയാണ്. അപ്പോൾ കുറച്ച് റിസ്ക് എടുത്തിട്ട് ചെയ്ത പരിപാടി ആയതുകൊണ്ട് തന്നെ അപ്പോഴാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ നല്ല വെയിൽ കൂടെ ആയപ്പോൾ എത്രത്തോളം സക്സസ് ആയി കിട്ടുന്നുള്ളതിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും നല്ല രീതിയിൽ നമ്മൾ സ്പ്രിംഗ്ലറൊക്കെ വെച്ച് കൊടുത്തുകൊണ്ട് നോക്കി നല്ലൊരു അടിപൊളി റിസൾട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കിട്ടിയിട്ടില്ല. കാരണം എന്താ നോക്കി വെച്ച് കൊടുത്തപ്പോൾ അധികം ആയിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു വീഡിയോ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയുണ്ടാവും നമ്മൾ എപ്പോഴാണത് വെച്ചത്. അപ്പോൾ എന്തായാലും അതിന് ശേഷം ഒരു മാറ്റമായിട്ട് നോക്കി ഒരുപാട് ചിമ്പൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരുപാട് മുളകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ ചപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ പൊതി ഇട്ട് കൊടുക്കാമെന്നൊക്കെ പറയും ചില സ്ഥലങ്ങളിൽ. അപ്പോൾ മരത്തിൻ്റെയൊക്കെ നമ്മളിങ്ങനെ കോതി ഇറക്കുന്ന ഒരു ചപ്പുകളുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇതേപോലെ നല്ല രീതിയിൽ ഇട്ട് കൊടുക്കാൻ മതി. നമ്മൾ സ്പ്രിംഗ്ലറും കൂടി വെച്ച് കൊടുക്കുന്ന ടൈമിൽ നല്ല രീതിയിൽ തന്നെ വെള്ളം അടിയിലേക്ക് ഇങ്ങനെ എന്താ പറയുക നല്ലൊരു ഈർപ്പം നിൽക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ചപ്പ് എപ്പോഴും ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ഏലത്തിനൊക്കെ. നല്ല മഴയുള്ള ടൈമിലൊക്കെ നമ്മൾ ചപ്പൊക്കെ എടുത്ത് മാറ്റാം. അപ്പോൾ ഒരു കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമുക്ക് നമ്മുടെ കൃഷിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതിപ്പോൾ 2 വളപ്രയോഗം കഴിഞ്ഞിട്ട് അടക്കം നിൽക്കുന്നത്. അപ്പോൾ നോക്കി പുതിയ മുളയൊക്കെ വന്ന് നോക്കി ഒരു പുതിയൊരു ചിമ്പായി മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്തായാലും ഇവിടെ എവിടേക്കാണ് നോക്കി നമുക്ക് അറിയാൻ പറ്റും ചെറിയ ഒരുപാട് മുളകൾ വന്നിട്ടിപ്പോൾ ഇതേപോലെ തന്നെയാണ് കുറേ ഏലം. എന്തായാലും നമ്മൾ വെച്ചതിൽ ഒരു 3/4 ഭാഗത്തോളം നമുക്ക് സക്സസ് ആയിട്ട്. അപ്പം അതിൽ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കിറ്റാച്ചിയൊക്കെ എടുത്ത്, അതായത് കിറ്റാച്ചിക്കൊക്കെ നന്നായിട്ട് മണ്ണൊക്കെ ഇളക്കി മറിച്ച ടൈമിൽ ഫുള്ള് നന്നായിട്ട് നികന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ആ ഒരു കാപ്പിയുടെ തൈകൾ അതുപോലെ തന്നെ നമ്മുടെ അത്യാവശ്യം വേണ്ട കുറച്ച് വിളകൾ മാത്രം ഒഴികെ ബാക്കി കാട് ഫുള്ള് നമ്മൾ കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാട് കളഞ്ഞതിൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് കാട് വരാതിരിക്കാൻ വേണ്ടി നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ തന്നെ നമ്മൾ ഫുള്ളായിട്ട് തന്നെ പയർ വിത്ത് പാകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പയർ വിത്ത് പാകുവാണെങ്കിൽ നമുക്ക് 2 ഗുണമായിട്ട് നമുക്ക് അത്യാവശ്യത്തിന് പയർ വീട്ടാവശ്യത്തിന് ആവുകയും ചെയ്യുമ്പോൾ തന്നെ കാട് വരുന്നത് മെയിനായിട്ട് ഒരു പരിധി വരെയൊക്കെ കുറയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും കുറേ പയറുകൾ കൂടെ മുളച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ പയറിൻ്റെ ഇല ഇപ്പോൾ ഒരു നുള്ളാൻ പാകത്തിലുള്ള പരിവായി നിൽക്കുവാണ്. കാരണം നമ്മുടെ സ്പ്രിംഗ്ലറും കൂടി അടിക്കുന്നതുകൊണ്ട് നമ്മുടെ ഇതിൻ്റെ അടിയിൽ കൂടി ഇട്ട് ആ ഒരു പയറിനായാലും മുളച്ച് വരാനും അതുപോലെ ഇലയ്ക്ക് നല്ല അടിപൊളിയായിട്ട് വരാനൊക്കെ ഒരു നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് എത്രത്തോളം ഇല കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ ഫുള്ളായിട്ട് നമ്മൾ വിതച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഇന്ന് നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ചൊന്നും ഉള്ളി എടുക്കാം. അപ്പോൾ തണുപ്പുള്ളതുകൊണ്ട് തന്നെ ചെറുതായിട്ട് അട്ടയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് അതുകൂടി നടക്കാൻ വേണ്ടി ഒരു ഭാഗത്തൊക്കെ കുറേ ഉണ്ട് കേട്ടോ. പയറിൻ്റെ ഇലകൾ മുളച്ചിട്ട് ഒരുപാടുണ്ടേ. ഇതാ ഈ ഒരു ഭാഗത്തൊക്കെ ആയാലും ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ ഇട്ട് കൊടുത്തില്ല അതായത് നമ്മൾ വിതയ്ക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ വിതച്ചിട്ടുള്ള എല്ലാ പയറും നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. നോക്കി ഇതിൻ്റെ കാട് ഒരു കൂട്ടം പോലെ എടുത്തു ഫുള്ള് തിക്കായിട്ടാണ് ഇങ്ങനെ ഈ ഒരു ഏരിയ ഫുള്ള്. അപ്പോൾ എല്ലാ ഭാഗത്തും ആ രീതിയിൽ ഉണ്ടായിരുന്നു. ചിലതൊക്കെ ഇങ്ങനെ കുറേയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ല ഈ ഒരു ഭാഗം ഫുള്ള് നല്ല തിക്കായിട്ട് ഉണ്ടായിട്ട് പോയി നല്ല കിളുന്തിയ ഇലകളാട്ടോ. കാരണം നമുക്ക് തോരൻ വെച്ചാലും മൂത്ത് പോകാത്ത ഇലയായതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം എന്തായാലും ഞാൻ നല്ല ഇല നോക്കിയിട്ട് തന്നെ പറിച്ചെടുക്കട്ടെ. എല്ലാം നല്ല ഇലയാട്ടോ. കാരണം ഒന്നും മൂത്ത് പോയിട്ടില്ല കേട്ടോ. ഇപ്പോൾ കറക്റ്റ് ടൈമാണ് ഒരു ഇല നുള്ളേണ്ട ഒരു ടൈമാണേ.
ആയിട്ടുള്ള പയറൊക്കെ പൊട്ടിക്കില്ല, അപ്പോൾ ഒരു ടിക് ടിക് എന്നൊരു സൗണ്ട് അതേപോലെ നമുക്ക് ഇങ്ങനെ തണ്ടിന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ അത്രയും നല്ല കിളുന്തുമാണ്. അതേപോലെ തന്നെ നല്ല അടിപൊളിയാട്ടോ എന്തായാലും. പിന്നെ ഓരോ തോരനും ഓരോ ടേസ്റ്റ്. അതേപോലെ നമ്മുടെ പയറിൻ്റെ തോരൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നോക്കി നല്ല എന്താ പറയുക, മൂത്ത് പോവാത്ത നല്ല അടിപൊളി ഇലയും കൂടി ആയതുകൊണ്ട് കുറേ ഉണ്ട് ഇവിടെ. എന്തായാലും നമുക്ക് എന്തായാലും ഇത്രയൊന്നും വേണ്ട, കാരണം നമുക്ക് കുറച്ച് മതിയല്ലോ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും നമുക്ക് വേണ്ടത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. കാരണം അങ്ങോട്ടേക്ക് ഫുള്ള് ഈ ഒരു സൈസിൽ, അതായത് മുള്ളാൻ പാകത്തിൽ നിൽക്കുവാണേ. മെയിനായിട്ട് നമ്മൾ കാട് കളയേണ്ട ഒരു ലക്ഷ്യത്തിൽ വേണ്ടിയിട്ടാട്ടോ ഇവിടെ ഫുള്ള് പയർ വിത്തും നമ്മൾ പാകിയിട്ട്. അപ്പോൾ താഴേക്കായി നമ്മൾ നന്നായിട്ട് പയർ വിത്ത് നിർത്തുന്നത് ചോളത്തിൻ്റെ വിത്തൊക്കെ പാകിയിട്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കിവിടെ ഏലത്തിൻ്റെ പരിപാടികളും അതേപോലെ തന്നെ വേറെ കുറച്ച് പണികളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഞാൻ വിതയ്ക്കുന്ന കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ചോളവിത്താളൊക്കെ, അപ്പോൾ ചോളവിത്തൊക്കെ ഒരു ലെവലിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെയൊക്കെ അപ്ഡേഷൻ എന്തായാലും വരുന്ന വീഡിയോസ് ഇവിടെ കാണിക്കാം. നല്ല അടിപൊളി ഇല തന്നെയാണ്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ തണുപ്പും കൂടി ആയപ്പോൾ നമ്മൾ ഈ ഒരു പയറിൻ്റെ ഇല നുള്ളി കയ്യിൽ വെച്ചപ്പോഴത്തേനും മൊത്തത്തിൽ നല്ല തണുപ്പ് കിട്ടും. പയറിൻ്റെ ഇലയ്ക്കൊക്കെ ഒരു നല്ലൊരു തണുപ്പ് തന്നെയാണ്. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ നോക്കി നമ്മുടെ ഏലത്തിൻ്റെ ചൂട്ടി കൂടെ നല്ല അടിപൊളിയായിട്ട് നോക്കി. ഇത് ഭാഗത്ത് നിന്ന് ഒട്ടും കാട് ചേട്ടാ, കാരണം ആ ഒരു വിതച്ചിട്ടുള്ള വിത്ത് ഫുള്ളായിരുന്നു ഉണ്ടായതുകൊണ്ട് കാട് നമുക്ക് എന്തായാലും കുറേ കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഫുള്ള് കാടായിട്ട് നമുക്ക് നടക്കാൻ പോലും തരാൻ പറ്റില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മിഷ്യൻ കാട് വെട്ടിയാൽ പോലും എന്നാലും കാട് നമ്മൾ ഈ ഒരു നനയും കൂടി ഉള്ളപ്പോൾ നനയ്ക്കുമ്പോൾ നമുക്ക് എത്രയായാലും കാടിന് നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇതെന്തായാലും നമ്മളിപ്പോൾ വിതച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് കുറേ ഒരു ആശ്വാസം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കുറേ ദിവസത്തിന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ പയറിൻ്റെ നുള്ളി എടുക്കാം. കാരണം നമുക്കിപ്പോൾ വേണ്ടത് മാത്രമേ ഞാനിപ്പോൾ നുള്ളി എടുത്തിട്ടുള്ളേ. അത് മാത്രമല്ല കേട്ടോ, ഓരോ ഇലയ്ക്ക് നല്ല വലിപ്പമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് മതിയിട്ട്. പിന്നെ ഇവിടെയൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അതൊക്കെ നുള്ളി എടുക്കാം. അതേപോലെ തന്നെ കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ നല്ല രീതി തന്നെ പയറും കൂടി നമുക്ക് പൊട്ടിച്ചെടുക്കാനുണ്ടാവും. അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നുള്ളിയെടുക്കാം. കാപ്പിയുടെ കമ്പി കുറേ ഉണ്ട് കേട്ടോ. നമുക്ക് നമ്മളിപ്പോൾ വിളവൊക്കെ എടുത്തതിന് ശേഷം നമ്മുടെ കാപ്പി അടുത്തിന് കവാത്തൊക്കെ ചെയ്ത് സെറ്റാക്കി വിടാനൊക്കെ ഉണ്ട്. ഒരു വട്ടം കവാത്ത് ചെയ്താലും പിന്നെ എന്തായാലും അതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പണി കഴിയുമ്പോഴും അടുത്ത ഓരോ പണികളിങ്ങനെ പറമ്പിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഒരു വഴിക്ക് ഇങ്ങനെ നടന്നോളൂ അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊക്കെ നന്നായിരുന്നു കഴുകിയതിന് ശേഷം നമുക്കൊന്ന് തോരൻ വെക്കണം. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് അതായത് വിഷമൊന്നും അടിക്കാതെ നല്ല അടിപൊളിയായിട്ട് നല്ല ജൈവവളം മാത്രം ഇട്ടിട്ടുണ്ടാക്കിയ ഒരു അടിപൊളിയായതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വിശ്വസിച്ച് കഴിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊക്കെ കൊണ്ടിട്ടൊന്ന് തോരൻ വെക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ പുതുതായിട്ട് ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി കണ്ടതിന് ശേഷം നമ്മുടെ വീഡിയോസൊക്കെ നമ്മുടെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നോക്കി നേരെ ഒന്ന് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്നാലും നേരെ വീട്ടിൽ പോകട്ടെ. അപ്പോൾ എന്നാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ എന്നാലും നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ.